നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനിപ്പോൾ എല്ലാം മനസ്സിലായി. അവനും ഞാനും വാക്ക് തർക്കമായി. അവസാനം പിടിവലിയായി. എന്നിട്ടിപ്പോ നന്ദൻ എവിടെ? അവനെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷേ ഇനി അവനെ അധിക ദിവസം ഇവിടെ നിർത്താൻ കഴിയില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് അവനെ മാറ്റണം. ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച അപ്പുറത്തെ ഇപ്പുറത്തുള്ളവരൊക്കെ അറിയും. പുറത്തറിഞ്ഞാൽ അറിയാലോ അപകടം. തൽക്കാലം അവിടെ നിന്ന് നന്ദൻ രക്ഷപ്പെടാതെ നോക്കിയാൽ മതി. ബാക്കി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അമ്മാവന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? നിനക്ക് വേറെ കുഴപ്പമൊന്നും വരാതിരുന്നാ മതി. ഇനി നീ പറയാതെ അവനെ ആ മുറിയിൽ നിന്നും പുറത്തിറക്കില്ല. എന്താ അതുപോലെ? അമ്മാവ, നന്ദൻ എന്ന പേര് പോലും ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. അതാ നല്ലത്. നീ ഫ്രീ ആവുമ്പോ ഇങ്ങോട്ടിറങ്ങ. നമുക്ക് നേരിട്ട് സംസാരിച്ച ഒരു തീരുമാനത്തിലെത്താം. ശരി. താൻ വീട്ടിൽ ചെന്നിട്ട് പഴയ ഫയലോ ആൽബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്ന് നോക്കണം. ചിലപ്പോൾ ഇവിടേക്ക് വരുന്നതിന് മുൻപുള്ള അവന്തികയുടെ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ? പിന്നെ സച്ചിയോടോ മറ്റോ സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവന്തികയെ കുറിച്ച് തിരക്കണം. ഇതെന്താ ഇതൊക്കെ എടുത്ത് പുറത്തു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല സച്ചേട്ടാ, ഞാൻ അലമാരയൊക്കെ വൃത്തിയാക്കിയപ്പോ ഇത് കണ്ടു, അതെടുത്ത് നോക്കുകയായിരുന്നു. സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അന്ന് നന്ദേട്ടൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ ദിവസം എന്ത് കാര്യത്തിന് വേണ്ടിയാ അച്ഛനും നന്ദേട്ടനും തമ്മിൽ വഴക്കായത്? ഇപ്പെന്താ
താൻ അതേക്കുറിച്ച് ചോദിക്കാൻ? ഏയ് മറ്റൊന്നുമില്ല. ഈ ആൽബം നോക്കിയപ്പോ നന്ദേന്റെ ഫോട്ടോ കണ്ടു, അങ്ങനെ ചോദിച്ചതാ. ആ, അതിനെക്കുറിച്ച് എനിക്കും വലിയ ധാരണയൊന്നുമില്ല. ആ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. തിരികെ വന്നപ്പോഴാ നന്ദേട്ടനും അച്ഛനും തമ്മിൽ വഴക്കായിന്നും നന്ദേട്ടൻ ഇറങ്ങിപ്പോയിന്നും ഞാൻ അറിയുന്നത്. ഞങ്ങൾ കുറെ തിരക്കി. കാണാത്തോണ്ട് പോലീസിൽ പരാതിയും കൊടുത്തു. കുറച്ചു ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അവരും കൈമലർത്തി. പിന്നെ മരിച്ചുപോയി കാണൂന്ന് എങ്ങനെ ഉറപ്പിച്ചേ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തിരിച്ചു വരുമായിരുന്നല്ലോ. പത്രത്തിലും ടി വിയിലും ഒക്കെ അന്ന് പരസ്യം കൊടുത്തിരുന്നു. ഇപ്പോ ഇത്രയും വർഷമായില്ലേ, ഇതുവരെ ഒന്ന് വിളിക്കുകയോ കത്തയക്കുക പോലും ചെയ്തില്ലല്ലോ. കണ്ടവരുമില്ല. അപ്പൊ പിന്നെ മരിച്ചു എന്ന് വിധി എഴുതി. ഇപ്പോഴൊക്കെ അച്ഛനും അത് വിശ്വസിച്ചു തുടങ്ങിയത്. നേരത്തെയൊക്കെ നന്ദേട്ടൻ തിരികെ വരുന്നതും കാത്ത് അച്ഛയിരിക്കായിരുന്നു. ഏട്ടത്തി ശരിക്കും ഏത് നാട്ടുകാരിയാ? ഏട്ടത്തിക്ക് ബന്ധുക്കൾ ആരുമില്ലേ? അല്ല, ഞാനിവിടേക്ക് വന്നതിന് ശേഷം ബന്ധുക്കൾ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛന്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും ആയിരുന്നു ഏട്ടത്തിയുടെ അച്ഛൻ. ഏട്ടത്തിയുടെ അച്ഛന്റെ മരണശേഷം ഏട്ടത്തി ഏതോ വകയിലെ അമ്മാവന്റെ ഒപ്പമായിരുന്നു താമസം. അടുത്ത സുഹൃത്തിന്റെ മകൾ ഒറ്റപ്പെട്ട് പോകണ്ടെന്ന് കരുതി നന്ദേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതാ അച്ഛൻ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഏട്ടത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നന്ദേട്ടനുമായുള്ള വിവാഹത്തിന്റെ അന്ന്. ബന്ധുക്കളായിട്ട് ആ അമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നാ തോന്നുന്നത്. ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. സച്ചേട്ടാ, ആ അമ്മാവന്റെ വീടറിയോ സച്ചേട്ടന്? ആ, വീടറിയില്ല. സ്ഥലം വെഞ്ഞാറമൂടോ മറ്റോ ആണെന്ന് എന്റെ ഓർമ്മ. ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല. അല്ല, താനെന്താ നന്ദേട്ടനെ കുറിച്ചും ഏട്ടത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നേ? വെറുതെ അറിയാനൊരു കൗതുകം. നന്ദേട്ടനും കൂടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അത് ഈശ്വരനറിയാം. അതല്ലേ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയി കളഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.